റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. സംസ്ഥാനത്തുടനീളം അന്തർ സംസ്ഥാനങ്ങളിൽ സർവീസ് നടത്തുന്ന വാഹന ഡ്രൈവർമാർ പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ലഹരി പരിശോധന അട്ടിമറിക്കുന്ന രീതി റിപ്പോർട്ടർ ടിവിക്ക് കിട്ടി. നാഷണൽ പെർമിറ്റ് ലോറി ഡ്രൈവർമാരും ബസ് ഡ്രൈവർമാരും ടിപ്പർ ലോറി ഡ്രൈവർമാരും വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചാണ് പരിശോധന അട്ടിമറിക്കുന്നത്. ട്രിപ്പ് പുറപ്പെടുന്നതിന് മുൻപ് ഗ്രൂപ്പിലിടുന്ന വിവരം, എവിടെയൊക്കെയാണ് പരിശോധന നടക്കുന്നത് എന്ന വിവരം കൃത്യമായി വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് എത്തുന്നു. ലോറി ഡ്രൈവർമാരുടെ ഓഡിയോ സംഭാഷണങ്ങളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. കേൾക്കാം. ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് പാലക്കാട് ജില്ലയിലും കോമ്പിങ് ഉണ്ട് എന്ന് ഹൈവേക്കാർ പറഞ്ഞത്. അപ്പോൾ 10 മണിക്ക് ശേഷമായിരിക്കും അവർ ഇറങ്ങുക. ഉച്ചയാവുന്നതിൻ്റെ മുമ്പത്തിന് ഇറങ്ങും. അപ്പോൾ സൂക്ഷിച്ച് പോയാൽ മതി എന്ന്. ഇപ്പോൾ പിടിച്ച് പെറ്റി അടിച്ചെന്ന് 250. ഇനി ഉച്ചയ്ക്ക് ശേഷം അവരായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കോമ്പിങ് ആണ് എന്ന് അവർക്ക് എല്ലാവർക്കും വിവരം കൊടുത്തിട്ടുണ്ട് ഇത്ര. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് പോയാൽ മതി പറഞ്ഞിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം പരമാവധി ഓടേണ്ട ആവശ്യമില്ല എന്നൊക്കെ അവർ തന്നെ പറഞ്ഞത്. അവർ ഇറങ്ങുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. കുളത്തൂർന്ന് പോകുന്ന കാലുവണ്ടിയാണ്. പുതുക്കാട് സിഗ്നലിലെത്തി. ലോഡും വണ്ടി സൈഡ് പുതുക്കാട് സിഗ്നലിൽ ചാടാൻ ആരും നിൽക്കണ്ട. പുതുക്കാട് സിഗ്നലിൽ ചാടുമ്പോൾ തന്നെ നമ്പർ 2 ഇലക്ട്രിക് കിടപ്പുണ്ട്. അപ്പൊ ലോഡും വണ്ടിക്കാർ നോക്കിയിട്ട് വന്നായിട്ട് ആരും ചാടി കയറി വരല്ലേ. നമ്പർ 2 ഇലക്ട്രിക് വണ്ടി പാലിയക്കരയില് ലോഡും വണ്ടി സൈഡിൽ കൂടെ പാലിയക്കര ടോളിലേക്ക് എത്തിണ്ടാ. പാലിവണ്ടി സൈഡിൽ യൂട്ടേൺ അടിച്ച് പാലിയക്കര ടോളിലേക്ക് എത്തിണ്ട്. ലോഡും വണ്ടിക്കാർ കയറി വരാൻ നിൽക്കണ്ടാ. കാലുവണ്ടിയാണ്. പാലിയേക്കര ലോഡും വണ്ടി സൈഡില് നമ്പർ നിൽക്കണ്ട ഇലക്ട്രിക്. പാലിയേക്കര പാലത്തിന്റെ അടിയില് കാലുവണ്ടി സൈഡില് ആ മാർബിൾസിന്റെ ഒക്കെ മുന്നിലായിട്ട് MBDയുടെ വണ്ടി കിടക്കുന്നുണ്ടാ. ഡ്യൂട്ടിയിലില്ല, അതിലെ പോയി കണ്ടതാ. ബിആർഡി കഴിഞ്ഞ ഉടനെ തന്നെ ഒരു വണ്ടിനെ പിടിച്ചിട്ട് വേറെ വെഹിക്കിളിന്റെ വണ്ടി നിൽക്കുന്നുണ്ടാ. അവരെ മൊത്തത്തില് 2 വണ്ടി ഉണ്ട്. നമ്പർ 2 വണ്ടി 2 ഉണ്ട്. അപ്പൊ ആരും കൂടെ വരണ്ടാ. ഭാരതാറ് കഴിഞ്ഞ് വരണ്ട. ഇലക്ട്രിക് വണ്ടി 2 ഉണ്ട്. ഒന്ന് ടോള് കഴിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. ലോഡും വണ്ടി പാലിയേക്കര ടോള് അവസാനം കേട്ടോ. ടോളില് നീലപ്പാമ്പുണ്ട് 100 രൂപ. അവര് ടോളിൽ നിൽക്കണ പോലീസുകാർ പറഞ്ഞത് നാളെ തൊട്ട് 4 മണിക്കൂർ കൂടുമ്പോ പോലീസുകാരും RTയും എല്ലാവരുടെ ചെക്കിങ്ങും ഉണ്ടെന്നുണ്ടാവും പറഞ്ഞേ. ഊതിക്കലും ഉണ്ട്. മറ്റേ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യണ മെഷീൻ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ലോഡും വണ്ടി കളമശ്ശേരി വ്യവസായം ഓടിക്കൊണ്ടിരിക്കുന്നു. പന്നിയങ്കര ടോളില് നീലപ്പാമ്പിന്റെ കൊത്തുണ്ടിട്ടാ 250. ചില കോഡ് വാക്കുകൾ ഉപയോഗിക്കുന്നതും പ്രേക്ഷകർക്ക് കേൾക്കാം. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. TV പ്രസാദ്, ഇതിൽ ഒരു ഡ്രൈവർ പറഞ്ഞ വാചകമാണ് നമ്മളെ ഈ വാർത്തയിലേക്ക് എത്തിച്ചത്. ഡ്രഗ്സ് അടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട് എന്നാണ് ഇതിലൊരു ഡ്രൈവർ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുത്ത മെസ്സേജിൽ പറയുന്നത്. നീലപ്പാമ്പ് അവിടെയുണ്ട്, നമ്പർ 1, നമ്പർ 2 എന്നിങ്ങനെയൊക്കെയാണ് കോഡ് ഭാഷകൾ ഉപയോഗിച്ചാണ് ഈ കമ്മ്യൂണിക്കേഷൻ. ലഹരിയുടേതടക്കമുള്ള പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാൻ ഡ്രൈവർമാർ ഉപയോഗിക്കുന്ന കോഡ് വാക്കുകളാണോ ഇതൊക്കെ TV പ്രസാദ്? ഉറപ്പായും അരുൺ, സംസ്ഥാനത്തെ റോഡുകളിൽ സർവീസ് നടത്തുന്ന ലോറികൾ, നാഷണൽ പെർമിറ്റ് ലോറികൾ, ടിപ്പർ ലോറികൾ, അതുപോലെ തന്നെ അന്തർ സംസ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വരുന്ന ബസ്സുകൾ, ഇവരുടെ എല്ലാം ഡ്രൈവർമാർ സംസ്ഥാനത്ത് വ്യാപകമായി വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ്. 8 വാട്സപ്പ് ഗ്രൂപ്പുകളുടെ സ്ക്രീൻഷോട്ടുകളാണ് റിപ്പോർട്ടർ TVക്ക് കിട്ടിയത്. അതിൽ ഭൂരിപക്ഷവും ടിപ്പർ ലോറികളുടെയും അതുപോലെ തന്നെ നാഷണൽ പെർമിറ്റ് ലോറികളുടേതുമാണ്. 1024 പേരെയാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുക ഇന്നത്തെ സാങ്കേതിക വിദ്യ അനുസരിച്ച്. അതിൽ മിക്ക ഗ്രൂപ്പുകളിലും 800 മുകളിൽ ആളുകളുണ്ട്. 1000-ഓളം ആളുകളാണ് ഈ 8 ഗ്രൂപ്പിലും നമുക്ക് കാണാൻ കഴിയുന്നത് എന്നതാണ് അരുൺ. ഇതിൽ സംഭവിക്കുന്നത് ഇതാണ്: ഒരാൾ ഒരു ലോഡും വണ്ടി പുറപ്പെടുന്ന സമയത്ത്, ഉദാഹരണത്തിന് കോയമ്പത്തൂരിൽ നിന്നാണ് ഒരു ട്രിപ്പ് പുറപ്പെടുന്നതെങ്കിൽ കോയമ്പത്തൂരിൽ നിന്ന് എറണാകുളത്തേക്ക് എൻ്റെ ലോഡും വണ്ടി പുറപ്പെടുന്നു എന്ന ഒരു മെസ്സേജ് ഈ ഗ്രൂപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കോയമ്പത്തൂർ മുതൽ എറണാകുളം വരെ റൂട്ടിലോടുന്ന എല്ലാ ഡ്രൈവർമാരും അതിനോട് പ്രതികരിക്കുകയാണ്. അത് ഈ വിധത്തിലാണ്. അതാണ് നമ്മളിപ്പോൾ കേട്ടത്. ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ചെക്കിംഗ് ഉള്ളത് എന്നുള്ളത്. നീലപ്പാമ്പ് എന്നുള്ളത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഹൈവേ പോലീസാണ്. നീലപ്പാമ്പ് കൊത്തി എന്ന് പറഞ്ഞാൽ ഹൈവേ പോലീസ് പിഴയടപ്പിച്ചു 250. നമ്പർ 1 എന്ന് പറഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടിയാണ്. നമ്പർ 2 അങ്ങനെ തുടങ്ങിയുള്ള കോഡ് ഭാഷകളാണ് എളുപ്പത്തിനും സൗകര്യത്തിനും എല്ലാം വേണ്ടി ഇവർ ഉപയോഗിക്കുന്നത്. അരുൺ പറഞ്ഞതുപോലെ ഒരു 20 സെക്കൻഡ് ഓഡിയോ ഉണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനം ആ പറയുന്ന ഡ്രൈവർക്ക് പോലീസിൽ നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻ, നാളെ മുതൽ 4 മണിക്കൂർ ഇടവിട്ട് കൃത്യമായ പരിശോധന ഈ റോഡിൽ ഉണ്ടാകും. അത് ഊതിക്കുക മാത്രമല്ല, അതായത് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക മാത്രമല്ല, ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള
പരിശോധന കൂടി ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് ആ ഡ്രൈവർ കൊടുക്കുന്നതോടുകൂടി ആ ഡ്രൈവറുടെ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട 1000-ഓളം ഡ്രൈവർമാരിൽ ആരെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരോ അത് കടത്തുന്നവരോ ഉണ്ടെങ്കിൽ അവർ ആ വഴി വരില്ല, അതല്ലെങ്കിൽ അതിനു മുമ്പ് ഒതുക്കിയിടുകയും ചെയ്യും. ചുരുക്കത്തിൽ നമ്മുടെ പോലീസും നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരും തന്നെ ഇവർക്ക് വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നു. അവർ നിൽക്കുന്ന വഴിയിലൂടെ പ്രൈവറ്റ് വാഹനങ്ങൾ, ഏതെങ്കിലും മോട്ടോർ സൈക്കിളോ അതല്ലെങ്കിൽ കാറുകളോ മാത്രം പിടികൂടുന്ന നിലയിലേക്ക്, പരിശോധിക്കുന്ന നിലയിലേക്ക് അവരുടെ പരിശോധനാ സംവിധാനം മാറുകയും ചെയ്യും എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരുൺ, അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന നാഷണൽ പെർമിറ്റ് ലോറികൾ, ടിപ്പർ ലോറികൾ, ബസ്സുകൾ ഇവയെല്ലാം കൂടിച്ചേർന്നുകൊണ്ട് ഇത്തരം ഗ്രൂപ്പുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മയക്കുമരുന്ന് കടന്നു വരുന്ന വഴിയിലുള്ള ചെക്കിങ്ങിലൂടെ പിടിക്കാനുള്ള സാധ്യതയാണ് അരുൺ ഇതിലൂടെ ഉണ്ടാകുന്നത്. ഇതിലും സങ്കടകരമായ ഒരു കാര്യം, എറണാകുളം റൂറൽ SP, പാലക്കാട് SP, തൃശൂർ SP ഇവർക്കെല്ലാം പരാതി കൊടുത്തിട്ടും ഒരു നടപടിയും ഈ ഗ്രൂപ്പുകൾക്കെതിരെ ഇതുവരെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ചില ഉദ്യോഗസ്ഥരെങ്കിലും അറിഞ്ഞുകൊണ്ടാണ് ഈ തരത്തിലുള്ള പരിപാടികൾ ഇത്തരം ഡ്രൈവർമാർ നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ സത്യസന്ധരായ കൃത്യമായി ജോലി ചെയ്യുന്ന നിരവധി ഡ്രൈവർമാരുണ്ട്. അവർക്കെല്ലാം അവരുടെ എല്ലാം ജീവിതത്തെ തന്നെ തകർക്കുന്ന നിലയിലേക്കാണ് ഒരു സംഘം വരുന്ന ചെറിയ ഡ്രൈവർമാർ ഈ തോന്നിയവാസം കാണിക്കുന്നത് എന്നതാണ് അരുൺ. സംസ്ഥാനത്തേക്ക് കടന്നു വരുന്ന ലഹരി മരുന്നിൽ ഭൂരിഭാഗവും അത് ഇതര സംസ്ഥാനത്തിൽ നിന്നാണ്, തമിഴ്നാട്ടിൽ നിന്നാണ്, അതല്ലെങ്കിൽ ബംഗളൂരുവിൽ നിന്നാണ്. അവിടെ നിന്ന് വരുന്ന വാഹനങ്ങളുടെ പരിശോധന തടയാനുള്ള ഒരു സംവിധാനമാക്കി ഈ വാട്സപ്പ് ഗ്രൂപ്പുകളെ മാറ്റുന്നു എന്നതാണ് ഇതിലെ ഗൗരവമായ കാര്യം.